ലേണേഴ്സ് ഫ്രണ്ട്ലി ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ സെറ്റ് നെറ്റ് KTET HS എന്നീ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന എല്ലാവർക്കും ലേണേഴ്സ് ഫ്രണ്ട്ലിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ കുറച്ച് ക്രിട്ടിക്സും അവരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സുകളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സമയം കളയാതെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്ന് ഞാൻ ഈ ക്ലാസ്സിൽ പറയുന്ന ഏരിയയിൽ നിന്ന് ഉറപ്പായിട്ടും ചോദ്യം വരും. ചോദ്യം വന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് ചെയ്യാം. ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരൊറ്റ ചോദ്യം പോലും സെറ്റിനോ നെറ്റിനോ KTETനോ ചോദിച്ചിട്ടില്ല എന്ന് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഒന്ന് പറയാം. ആദ്യം പറയാൻ വേണ്ടി പോകുന്നത് റിച്ചാർഡ്സിനെ കുറിച്ചിട്ടാണ്. നമ്മുടെ ഓൺലൈൻ കോഴ്സിൽ റിച്ചാർഡ്സിനെ കുറിച്ചിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. മുമ്പും പലതവണ ഈ യൂട്യൂബ് വീഡിയോസിന് ത്രൂ റിച്ചാർഡ്സിനെ കുറിച്ച് ക്ലാസ്സുകൾ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ റിച്ചാർഡ്സ് അദ്ദേഹം ഏത് മേഖലയുമായിട്ട് ഏതിൻ്റെ ഫൗണ്ടറാണ്? ന്യൂ ക്രിറ്റിസിസം എന്നുള്ളൊരു ഇൻ്റർപ്രിട്ടേഷൻ ഫീൽഡിൻ്റെ ഫൗണ്ടറാണ് റിച്ചാർഡ്സ്. റിച്ചാർഡ്സ് ഏത് മേഖലയിലാണ് വരുന്നത്? ക്രിറ്റിസിസത്തിൽ, ന്യൂ ക്രിറ്റിസിസത്തിലാണ് വരുന്നത്. പുതിയ റിച്ചാർഡ്സ് എന്നൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് കോഡാക്കി പഠിക്കാം. ന്യൂ ക്രിറ്റിസിസം, പുതിയ ക്രിറ്റിസിസം അല്ലേ? അപ്പോൾ പുതിയ റിച്ചാർഡ്സ് എന്ന് വേണമെങ്കിൽ പറയാം. റിച്ചാർഡ്സ് ഏറ്റവും ഫേമസ് ആയിട്ട് എഴുതിയ വർക്ക് ഏതാണ്? പ്രാക്ടിക്കൽ ക്രിറ്റിസിസം. പ്രാക്ടിക്കൽ ക്രിറ്റിസിസമാണ് റിച്ചാർഡ്സിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ബുക്ക്. 1929 പ്രാക്ടിക്കൽ ക്രിറ്റിസിസം എഴുതിയിരിക്കുന്നത്. ഇത് കൂടാണ്ട് അദ്ദേഹം എഴുതിയിട്ടുള്ള മറ്റ് ഇമ്പോർട്ടൻറ്റ് വർക്ക്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ദ ഫൗണ്ടേഷൻസ് ഓഫ് എസ്തെറ്റിക്സ്. ദ ഫൗണ്ടേഷൻസ് ഓഫ് എസ്തെറ്റിക്സ് എഴുതിയത് ഇതിനൊരു കോ ഓതറും കൂടിയുണ്ട്. CK ഓർഡൻ, ചാൾസ് K ഓർഡൻ. എലോങ് വിത്ത് ചാൾസ് K ഓർഡൻ ആണ് റിച്ചാർഡ്സൺ റിച്ചാർഡ്സൺ അല്ല കേട്ടോ, അത് വേറെ വ്യക്തിയാണ്. റിച്ചാർഡ്സ് ഏത് എഴുതിയിട്ടുള്ളത്? ദ ഫൗണ്ടേഷൻസ് ഓഫ് എസ്തെറ്റിക്സ് എന്നുള്ള വർക്ക് എഴുതിയിരിക്കുന്നത്. ദെൻ പ്രിൻസിപ്പിൾസ് ഓഫ് ലിറ്റററി ക്രിറ്റിസിസം. പ്രിൻസിപ്പിൾസ് ഓഫ് ലിറ്റററി ക്രിറ്റിസിസം. സയൻസ് ആൻഡ് പോയട്രി. സയൻസ് ആൻഡ് പോയട്രി ഈ വർക്ക് റിവൈസ് ചെയ്തു. ഏത് പേരിലാണ്? പോയട്രീസ് ആൻഡ് സയൻസസ് എന്നുള്ള പേരിൽ. സയൻസ് ആൻഡ് പോയട്രി എന്നായിരുന്നു ആദ്യം എഴുതിയത്. ഇറ്റ് ഈസ് റിവൈസ്ഡ് ആസ് പോയട്രീസ് ആൻഡ് സയൻസസ്. ദെൻ മെൻസിയൻസ് ഓൺ ദ മൈൻഡ്. മെൻസിയസ് ഓൺ ദ മൈൻഡ്. മെൻസിയസ് എന്നുള്ളതൊരു ചൈനീസ് ഫിലോസഫറാണ് കേട്ടോ. വേണമെങ്കിൽ ആ രീതിയിലും ചോദിക്കാം. റിച്ചാർഡ്സ് എഴുതിയിട്ടുള്ള മെൻസിയസ് ഓൺ ദ മൈൻഡിലെ മെൻസിയസ് ആരാണെന്നൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാം. അങ്ങനെ വളഞ്ഞ വഴിക്കൊക്കെ മൂക്ക് പിടിക്കാം. മെൻസിയസ് എന്നുള്ളതൊരു ചൈനീസ് ഫിലോസഫറാണ്. ദെൻ കോൾറിഡ്ജ് ഓൺ ഇമാജിനേഷൻ. കോളറിഡ്ജ് ഓൺ ഇമാജിനേഷൻ. ദ ഫിലോസഫി ഓഫ് റെട്ടറിക്. ദ ഫിലോസഫി ഓഫ് റെട്ടറിക്. ദ മീനിങ് ഓഫ് മീനിങ്. ഇതും CK ഓർഡൻ്റെ കൂടെ എഴുതിയിട്ടുള്ളൊരു വർക്കാണ്. ദ മീനിങ് ഓഫ് മീനിങ്. ദെൻ സ്പെക്യുലേറ്റീവ് ഇൻസ്ട്രുമെൻറ്റ്സ്. സ്പെക്യുലേറ്റീവ് ഇൻസ്ട്രുമെൻറ്റ്സ്. ബിയോണ്ട്. പോയട്രീസ്. കോംപ്ലിമെൻറ്റാരിറ്റീസ്. ഇതൊക്കെയും റിച്ചാർഡ്സ് എഴുതിയിട്ടുള്ള വർക്കുകളാണ്. ഇതെല്ലാം ബൈഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ലിറ്ററേച്ചറിലെ മുഴുവൻ വർക്കുകളും നമ്മൾ ബൈഹാർട്ട് ചെയ്യാൻ വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമൊന്നുമല്ല. അപ്പോൾ റിച്ചാർഡ്സിൻ്റെ കുറച്ച് വർക്കുകൾ മാത്രം, ഇപ്പോൾ പ്രിൻസിപ്പിൾസ് ഓഫ് ലിറ്റററി ക്രിറ്റിസിസം, പ്രാക്ടിക്കൽ ക്രിറ്റിസിസം, അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഓർത്ത് വെക്കുക. അങ്ങനെ മുഴുവനായിട്ടും ഓർത്തിരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമൊന്നുമല്ല. അപ്പോൾ പ്രാക്ടിക്കൽ ക്രിറ്റിസിസം, ന്യൂ ക്രിറ്റിസിസം, റിച്ചാർഡ്സ്, CK ഓർഡൻ, ഇതൊക്കെ ഒരു ഗ്രൂപ്പാക്കി വെക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ഓർത്തിരുന്നാൽ മതിയാകും. ഇനി നമുക്ക് അടുത്ത ക്രിട്ടിക്കിലേക്ക് കിടക്കാം. നോർത്രോപ്പ് ഫ്രൈ. അദ്ദേഹം ഒരു കനേഡിയൻ ലിറ്റററി ക്രിട്ടിക്കാണ്. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ബുക്കായിട്ടുള്ള ഫിയർഫുൾ സിമ്മട്രി, ആ ഒരു ഫിയർഫുൾ സിമ്മട്രി എന്നുള്ള ബുക്കോട് കൂടി തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ക്രിട്ടിക്കാണ് നോർത്രോപ്പ് ഫ്രൈ. വില്യം ബ്ലേക്കിൻ്റെ പോയട്രിയുടെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ എന്നുള്ള രീതിയിലാണ് ഫിയർഫുൾ സിമ്മട്രി എന്നുള്ള വർക്ക് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സബ് ടൈറ്റിൽ വരുന്നത് ഫിയർഫുൾ സിമ്മട്രി, എ സ്റ്റഡി ഓഫ് വില്യം ബ്ലേക്ക് എന്നാണ്. ദെൻ അനാട്ടമി ഓഫ് ക്രിറ്റിസിസം. അനാട്ടമി ഓഫ് ക്രിറ്റിസിസം എഴുതിയത് നോർത്രോപ്പ് ഫ്രൈ ആണ്. നോർത്രോപ്പ് ഫ്രൈനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട രണ്ട് ടേമുകളുണ്ട്.
സെൻട്രിപീറ്റൽ ആൻഡ് സെൻട്രിഫ്യൂഗൽ. എന്താണ് സെൻട്രിപീറ്റൽ ആൻഡ് സെൻട്രിഫ്യൂഗൽ? അദ്ദേഹം ഈ രണ്ട് ടേമുകളും ക്രിട്ടിക്കൽ മെത്തേഡിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ള ടേമുകളാണ്. നമുക്കിനി നോർത്രോഫ്രൈയുടെ മറ്റ് വർക്കുകളിലേക്ക് കടക്കാം. ദ സ്റ്റബേൺ സ്ട്രക്ചർ, എസ്സേസ് ഓൺ ക്രിറ്റിസിസം ആൻഡ് സൊസൈറ്റി, ദ ഗ്രേറ്റ് ഗോഡ്, ദ ബൈബിൾ ആൻഡ് ലിറ്ററേച്ചർ, ദ വെൽ ടെമ്പേർഡ് ക്രിട്ടിക്, ദ ബുഷ് ഗാർഡൻ, എസ്സേസ് ഓൺ ദ കനേഡിയൻ ഇമാജിനേഷൻ, ദ സ്പെക്യുലർ സ്ക്രിപ്ചർ, എ സ്റ്റഡി ഓഫ് ദ സ്ട്രക്ചർ ഓഫ് റൊമാൻസ്, ഡിവിഷൻസ് ഓൺ എ ഗ്രൗണ്ട്, എസ്സേസ് ഓൺ കനേഡിയൻ കൾച്ചർ, നോർത്രോഫ്രൈ ഓൺ ഷേക്സ്പിയർ. ഇത് ഓർത്തിരിക്കുക കേട്ടോ. നോർത്രോഫ്രൈ ഓൺ ഷേക്സ്പിയർ 1986 എഴുതിയിട്ടുള്ള വർക്കാണ്. ദെൻ വേർഡ്സ് വിത്ത് പവർ, ബീയിങ് എ സെക്കൻഡ് സ്റ്റഡി ഓഫ് ദ ബൈബിൾ ആൻഡ് ലിറ്ററേച്ചർ. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. വേർഡ്സ് വിത്ത് പവർ, ബീയിങ് എ സെക്കൻഡ് സ്റ്റഡി ഓഫ് ദ ബൈബിൾ ആൻഡ് ലിറ്ററേച്ചർ. അപ്പോൾ നോർത്രോഫ്രൈനെ കുറിച്ച് പറയുമ്പോൾ എന്തൊക്കെ ഓർത്തിരിക്കണം? അദ്ദേഹം ഒരു കനേഡിയൻ ലിറ്റററി ക്രിട്ടിക്കാണ്. സെൻട്രിപീറ്റൽ ആൻഡ് സെൻട്രിഫ്യൂഗൽ എന്നുള്ള ഈ രണ്ട് ടേമുകൾ ഓർത്തിരിക്കുക. ഫിയർഫുൾ സിമെട്രി, anatomy of criticism, നോർത്രോഫ്രൈ ഓൺ ഷേക്സ്പിയർ, വേർഡ്സ് വിത്ത് പവർ, ബീയിങ് എ സെക്കൻഡ് സ്റ്റഡി ഓഫ് ദ ബൈബിൾ ആൻഡ് ലിറ്ററേച്ചർ ഓർത്തിരിക്കുക. അതേപോലെ തന്നെ ഫിയർഫുൾ സിമെട്രി ആരുടെ പോയട്രിയുടെ റീഇൻറ്റർപ്രിട്ടേഷനാണ്? വില്യം ബ്ലേക്കിൻ്റെ പോയട്രിയുടെ ഇൻ്റർപ്രിട്ടേഷനാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നോർത്രോഫ്രൈയെ കുറിച്ചിട്ട് ഓർത്തിരിക്കേണ്ട ടേമുകൾ. ഇനി നമുക്ക് എഫ്.ആർ. ലെവിസിലേക്ക് കിടക്കാം. എഫ്.ആർ. ലെവിസ് അദ്ദേഹം ഒരു ബ്രിട്ടീഷ് ക്രിട്ടിക്കാണ്. വിക്ടോറിയൻ പോയട്രിയെ എതിർത്തിട്ടുള്ള ഒരു ക്രിട്ടിക്കാണ് എഫ്.ആർ. ലെവിസ്. അദ്ദേഹം മോഡേൺ പോയട്രിയെ ആണ് കുറച്ചുകൂടി സപ്പോർട്ട് ചെയ്തത്. ടി.എസ്. എലിയറ്റിൻ്റെയും എസ്ര പൗണ്ടിൻ്റെയും ജെർനാർഡ് മാൻലി ഹോപ്കിൻസിൻ്റെയും ഒക്കെ വർക്കുകളാണ് അദ്ദേഹം കുറച്ചും കൂടി സപ്പോർട്ട് ചെയ്തത്. ഇദ്ദേഹം എഴുതിയിട്ടുള്ള വർക്കുകളാണ് ന്യൂ ബെയറിങ്സ് ഇൻ ഇംഗ്ലീഷ് പോയട്രി. ന്യൂ ബെയറിങ്സ് ഇൻ ഇംഗ്ലീഷ് പോയട്രി. അപ്പോൾ ഈ ഒരു വർക്കിലാണ് എസ്ര പൗണ്ടിനെ കുറിച്ചിട്ടും ടി.എസ്. എലിയറ്റിനെ കുറിച്ചിട്ടൊക്കെ എഫ്.ആർ. ലെവിസ് പറഞ്ഞിരിക്കുന്നത്. റീവാലുവേഷൻ, ട്രഡീഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഇൻ ഇംഗ്ലീഷ് പോയട്രി. ദ ഗ്രേറ്റ് ട്രഡീഷൻ, ഗ്രേറ്റ് ട്രഡീഷൻ ഓർത്തിരിക്കണം. ഗ്രേറ്റ് ട്രഡീഷൻ 1948 എഴുതിയത്. ദ കോമൺ പെർസ്യൂട്ട്, ഡി.എച്ച്. ലോറൻസ് നോവലിസ്റ്റ്. ഡി.എച്ച്. ലോറൻസ് നോവലിസ്റ്റ് എന്നുള്ള വർക്ക് എഫ്.ആർ. ലെവിസിൻ്റേതാണ്. ഡിക്കൻസ് ദ നോവലിസ്റ്റ്, ദ ലിവിങ് പ്രിൻസിപ്പിൾ, ഇംഗ്ലീഷ് ആസ് എ ഡിസിപ്ലിൻ ഓഫ് തോട്ട്, തോട്ട്, വേർഡ്സ് ആൻഡ് ക്രിയേറ്റിവിറ്റി, ആർട്ട് ആൻഡ് തോട്ട് ഇൻ ലോറൻസ്. ഇതൊക്കെയും എഫ്.ആർ. ലെവിസിൻ്റെ വർക്കുകളാണ്. അതേപോലെ തന്നെ അദ്ദേഹം ഒരു ലിറ്റററി പീരിയോഡിക്കൽസ് ഫൗണ്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേരാണ് സ്ക്രൂട്ടിനി. എന്താണ്? സ്ക്രൂട്ടിനി. സോ എഫ്.ആർ. ലെവിസിൻ്റെ കാര്യത്തിൽ ഓർത്തിരിക്കേണ്ടത് ന്യൂ ബെയറിങ്സ് ഇൻ ഇംഗ്ലീഷ് പോയട്രി. അദ്ദേഹം വിക്ടോറിയൻ പോയട്രിക്ക് എതിരായിരുന്നു. അതേപോലെ തന്നെ മോഡേൺ പോയട്രിയെ സപ്പോർട്ട് ചെയ്തു. ടി.എസ്. എലിയറ്റ്, എസ്ര പൗണ്ട്, ഹോപ്കിൻസ്, ജെയിൻ ഓസ്റ്റിൻ, ജോർജ് എലിയറ്റ്, ഹെൻറി ജെയിംസ്, ജോസഫ് കോൺട്രാഡ് ഇങ്ങനെയുള്ള എഴുത്തുകാരെയൊക്കെയാണ് അദ്ദേഹം കൂടുതലും സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ദെൻ ട്രഡീഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഇൻ ഇംഗ്ലീഷ് പോയട്രി, ദ ഗ്രേറ്റ് ട്രഡീഷൻ, സ്ക്രൂട്ടിനി. ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഓർത്തിരിക്കുക. ഇനി നമുക്ക് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ വളരെ പ്രശസ്തനായിട്ടുള്ള അത്രയും പ്രധാനിയായിട്ടുള്ള ക്രിട്ടിക്കിനെ കുറിച്ച് പറയാം. ജാക്വസ് ഡെറീഡ. ഫ്രഞ്ച് ഫിലോസഫറാണ് ജാക്വസ് ഡെറീഡ. അദ്ദേഹം എന്തിൻ്റെ ഫൗണ്ടറാണ്? ഡീകൺസ്ട്രക്ഷൻ്റെ ഫൗണ്ടറാണ്. ഓഫ് ഗ്രമറ്റോളജിയെ കുറിച്ചിട്ട് ചോദിക്കാത്ത പരീക്ഷകളില്ല. ഈ ഓഫ് ഗ്രമറ്റോളജി എഴുതിയത് ആരാണ്? ജാക്വസ് ഡെറീഡയാണ്. സ്പീച്ച് ആൻഡ് ഫിനോമിന ആൻഡ് അതർ എസ്സേസ് ഓൺ ഹുസ്റെൽസ് തിയറി ഓഫ് സയൻസ്. ഓഫ് ഗ്രമറ്റോളജി 1967 ഓഫ് ഗ്രമറ്റോളജി എഴുതുന്നത്. റൈറ്റിംഗ് ആൻഡ് ഡിഫറൻസ്, എഡ്മണ്ട് ഹുസ്റെൽസ് ഒറിജിൻ ഓഫ് ജിയോമെട്രി, ആൻഡ് ഇൻട്രൊഡക്ഷൻ, അപ്പോറിയാസ്, മൊണോലിംഗ്വിസം ഓഫ് ദ അതർ, വോയിസ് ആൻഡ് ഫിനോമിനൻ. ഇത്രയാണ് ജാക്വസ് ഡെറീഡയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കുകൾ വരുന്നത്. ഈ ഡീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഡെറീഡയുടെ ലിറ്റററി വേൾഡിലേക്കുള്ള ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു കോൺട്രിബ്യൂഷനാണ്. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും ജാക്വസ് ഡെറീഡയെ കുറിച്ചിട്ടൊരു ചോദ്യം ചോദിക്കും.
അദ്ദേഹം ഒരു ലെഫ്റ്റിസ്റ്റ് മാഗസീന് വേണ്ടിയിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മാഗസീൻ്റെ പേര് വേണമെങ്കിൽ ചോദിക്കാം. ടെൽ ക്വൽ എന്നുള്ളൊരു ലെഫ്റ്റിസ്റ്റ് മാഗസീന് വേണ്ടിയിട്ട് അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്നു. അദ്ദേഹം എഴുതിയിട്ടുള്ളൊരു വർക്കാണ് സ്ട്രക്ചർ, സൈൻ ആൻഡ് പ്ലേ ഇൻ ദ ഡിസ്കോഴ്സ് ഓഫ് ദ ഹ്യൂമൻ സയൻസസ്. സ്ട്രക്ചർ, സൈൻ ആൻഡ് പ്ലേ ഇൻ ദ ഡിസ്കോഴ്സ് ഓഫ് ദ ഹ്യൂമൻ സയൻസസ്. ഈ ഒരു വർക്കാണ് പോസ്റ്റ് സ്ട്രക്ചറലിസം എന്നുള്ളൊരു മൂവ്മെൻറ്റിന് തുടക്കം കുറിച്ചത്. പോസ്റ്റ് സ്ട്രക്ചറലിസത്തിന് ശേഷം പോസ്റ്റ് സ്ട്രക്ചറലിസം എന്നുള്ളൊരു മൂവ്മെൻറ്റിന് തുടക്കം കുറിച്ച വർക്കാണ് ഡെറീഡയുടെ സ്ട്രക്ചർ, സൈൻ ആൻഡ് പ്ലേ ഇൻ ദ ഡിസ്കോഴ്സ് ഓഫ് ദ ഹ്യൂമൻ സയൻസസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയാണ് ഞാൻ പറയുന്നത്. കൂടുതൽ ഓതേഴ്സുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ലേണേഴ്സ് ഫ്രണ്ട്ലിയുടെ കോഴ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ദേ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്താൽ മതി. ഇതുവരെയും സെറ്റ് എഴുതി കിട്ടാത്തവരാണെങ്കിലും നെറ്റ് എഴുതി കിട്ടാത്തവരാണെങ്കിലും ഒക്കെ ലേണേഴ്സ് ഫ്രണ്ട്ലിയിൽ ജോയിൻ ചെയ്യാം. ഈ പരീക്ഷകളൊക്കെ നിങ്ങളെ കൊണ്ട് പാസ്സാക്കിയേ തീരൂ എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഞാനിവിടെ ഇരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഭാഗത്തുനിന്ന് എല്ലാവിധ സപ്പോർട്ടും നിങ്ങൾക്കുണ്ടാകും. ആത്മാർത്ഥമായിട്ട് പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എക്സാം ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇതൊന്നും അത്ര ടഫായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള പരീക്ഷകളൊന്നും അല്ല. ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്